ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മഴക്കാലമൊക്കെ അല്ലേ, തണുപ്പൊക്കെ ആയാലേ ചൂടോടെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് കൊഴുക്കട്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റോസ്റ്റഡ് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ തേങ്ങ ചിരകിയതിലേക്ക് ജീരകവും ഏലക്കാപ്പൊടിയും പിന്നെ ശർക്കരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ശർക്കര ചേർക്കാവേ. ഞങ്ങളിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. അത് മേടിക്കാൻ കിട്ടും. മറയൂരിൽ നിന്ന് പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ശർക്കരയുടെ പൊടിയാണ്, ശർക്കര ചിരകി ചേർത്താലും മതി. അപ്പോൾ ഇതിലേക്ക് ഇനി ശർക്കര പൊടി ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കേട്ടോ. നമ്മുടെ മധുരം എന്തോരം വേണോ അതുപോലെ ശർക്കര ഇല്ലാത്തവർ പഞ്ചസാര ഇട്ടും ഉണ്ടാക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര. ഇതാണ് ശർക്കരയുടെ പൊടിയാണ്. ഞങ്ങൾക്ക് നമ്മുടെ മധുരത്തിൻ്റെ ആവശ്യത്തിന് നമ്മൾ ചേർത്താൽ മതി. മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കര അതിനനുസരിച്ചൊക്കെ ചേർക്കാം. ഇവിടെ ഇപ്പോൾ പൊടിയാണ്. പൊടിയുടെ അളവ് ഞങ്ങൾ 3 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശർക്കരയുടെ പൊടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണിക്കാൻ വിട്ടുപോയി. ഇടുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. ഇതാണ് ശർക്കരയുടെ പൊടി. ഇങ്ങനെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. മറയൂരിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഇനി മാവ് ഉരുളയായിട്ട് എടുക്കണം. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഉരുളയായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെച്ച് നമ്മൾ ഇഡ്ഡലിത്തട്ടി വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ്. മഴയത്ത് നല്ല ചൂടോടെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഈ വീഡിയോകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റ് രൂപത്തിൽ അറിയിക്കണേ. കൂടാതെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുവാണ് കേട്ടോ. അതെല്ലാം കാണിച്ചു തരാവേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.